തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നവകേരള സദസ്സിന് മുന്നോടിയായി ബലം പ്രയോഗിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കരുതൽ തടങ്കലിലാക്കി. നഗരസഭാ കൗൺസിലർ പ്രവീണിനെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു. കോൺഗ്രസ് പ്രവർത്തകരെയും സ്ഥലത്തു നിന്നു നീക്കി. വിവരങ്ങളുമായി ശാലിനി ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശാലിനി, മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായാണോ ഇത്തരത്തിൽ കരുതൽ തടങ്കലിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്? വിനീഷ, അത്തരത്തിലൊരു നടപടിയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇന്ന് 4:30 കൂടിയാണ് നെയ്യാറ്റിൻകര നിയോജക മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള നവകേരള സദസ്സ് നടക്കാൻ പോകുന്നത്. ഡോക്ടർ ജി രാമചന്ദ്രൻ മെമ്മോറിയൽ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. മുഴുവൻ മന്ത്രിമാരും ഒപ്പം തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇവിടെ എത്താനിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കൂടിയാണ് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ കരുതൽ തടങ്കലിലാക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റ് ജില്ലകളിൽ ഉണ്ടായതിന് സമാനമായ നടപടിയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നെയ്യാറ്റിൻകര നിയോജക മണ്ഡലം കേന്ദ്രീകരിച്ചും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. ഇന്ന് രാവിലെയോട് കൂടി കാട്ടാക്കട നിയോജക മണ്ഡലത്തിലേക്ക് മുഖ്യമന്ത്രിയും വാഹനവും എത്തിയപ്പോൾ തന്നെ അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടിയിലേക്ക് പോലീസ് കടന്നിരുന്നു. തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ നെയ്യാറ്റിൻകര നവകേരള സദസ്സിന് മുന്നോടിയായി ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ കരുതൽ തടങ്കലിലാക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. നഗരസഭാ കൗൺസിലർ കൂടിയായിട്ടുള്ള പ്രവീണിനെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മറ്റ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും പ്രാദേശിക നേതാക്കന്മാരെയും വീടുകളിൽ കയറി ഉൾപ്പെടെ പോലീസ് കരുതൽ തടങ്കലിൽ ഇപ്പോഴും ആക്കിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് പ്രവർത്തകരെ ഒപ്പം തന്നെ ഈ സ്ഥലത്ത് നിന്ന് നീക്കാനുള്ള നടപടിയും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം യൂത്ത് കോൺഗ്രസും ഒക്കെ തന്നെ അറിയിച്ചിട്ടുമുണ്ട്. കാരണം ഇത്തരത്തിൽ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും അങ്ങോട്ടേക്ക് എത്തുമ്പോൾ എന്തുകൊണ്ടാണ് കരുതൽ തടങ്കൽ രീതിയിലേക്ക് ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കുന്നത്? പ്രത്യേകിച്ച് പ്രകോപനമോ പ്രതിഷേധമോ ഒന്നും നടത്താത്ത പ്രവർത്തകരെയാണ് വീട്ടിൽ നിന്നും കരുതൽ തടങ്കലിലേക്ക് പോലീസ് എടുക്കുന്നത് എന്നുള്ളൊരു വിമർശനം കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. എന്തായാലും ഇന്ന് ജില്ലയിലെ 4 മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് നവകേരള സദസ്സ് നടക്കുന്നത്. ഈ 4 മണ്ഡലങ്ങളിലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് കൂടിയാണ് വേദിയാകുന്നത് എന്നുള്ളതാണ്. ഇനി അല്പസമയത്തിനകം ഏകദേശം 4:30 കൂടി നെയ്യാറ്റിൻകര നിയോജക മണ്ഡലം കേന്ദ്രീകരിച്ചും 6 മണിയോടുകൂടി പാറശാല മണ്ഡലം കേന്ദ്രീകരിച്ചും നവകേരള സദസ്സ് നടക്കും. എന്തായാലും പാറശാലയിലും സമാനമായ നടപടി ഉണ്ടാകാനുള്ള സാധ്യതകൾ യൂത്ത് കോൺഗ്രസ് കാണുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ മറ്റു നടപടികളിലേക്ക് യൂത്ത് കോൺഗ്രസും കടക്കുകയാണ്. അതേസമയം തന്നെ നിലവിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള കരുതൽ തടങ്കൽ നടപടി തുടരുകയാണ്. വിനീഷ്, നവകേരള സദസ്സിന് മുന്നോടിയായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കരുതൽ തടങ്കലിൽ പ്രവേശിപ്പിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് ശാലിനി നൽകിയത്.